ഇത് ആ പിന്നെ കയറാം അല്ലേ? വരുമ്പം കയറാം. ഓപ്പൺ ചെയ്യൂലേ? ഇത് ഇതിൻ്റെ പേരിന് ഏഴിലം ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അല്ലേ? ഈറ്റ് ആൻഡ് ഈവൻസ് അല്ലേ? ഇതിവിടെ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലേ ചേച്ചി? ബോട്ട് ഇവിടെ അല്ല അല്ല പറഞ്ഞാൽ മതി. ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു നമുക്കിങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. വീഡിയോ ആരെല്ലാം കാണുമ്പോഴേ ഇപ്പം ഇല്ല, സർവീസ് ഇല്ല. ഇതിൽ നടന്നു പോകണം അല്ലേ? ഇതിൽ നടന്ന് അങ്ങാടം വരെ പോവാ അല്ലേ? ആ അവിടെയല്ലേ? അവിടെ ഫുഡുണ്ടോ? ആ ഓക്കെ. ഇപ്പോൾ ഏഴിലം ടൂറിസം ഈറ്റ് ആൻഡ് ഇവൻറ്റ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും നേരത്തെ ബോട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. ഇവിടുത്തെ ബോട്ട് ബുക്ക് ചെയ്താൽ മാത്രമാണ്. അപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന ഹൗസ് ബോട്ടിൽ ഈ ഹൗസ് ബോട്ട് നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ അവിടെ പെട്ടെന്ന് അങ്ങ് ചെന്ന് ഹൗസ് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. അപ്പം ഫാമിലിയൊക്കെ ആയിട്ട് വരാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതിന് ഭയങ്കര പൈസ കേട്ടോ. 15,000 രൂപ 18,000 രൂപയൊക്കെ ഇവർ ചോദിക്കുന്നത്. ആ പൈസയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തൊട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ആൾക്കാരായിട്ട് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വലിയ ബോട്ടാകുമ്പം കുറേ പേർക്ക് പോകാനൊക്കെ സാധിക്കുന്നതാണ് വലിയ ബോട്ട്, ഹൗസ് ബോട്ട്. അതിനകത്ത് കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂമുണ്ട്, പിന്നെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട്, പ്രോഗ്രാമൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട്. അപ്പം അത്യാവശ്യം കൊള്ളാം. AC റൂമുകളുണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള AC റൂമും ഉണ്ട്. ശരിക്കും റെസ്റ്റ് എടുക്കാനെന്നുള്ള ഇതിനകത്ത് വരുന്നത് എന്തെങ്കിലും ഒരു തരത്തിൽ റെസ്റ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ പോയിട്ട് നല്ല വ്യൂവും കിട്ടും. അപ്പം വെള്ളത്തിലൂടെയുള്ള രാവിലെ തൊട്ട് ഒരു 4-5 മണി വരെ യാത്രയുണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെ എൻജോയ് ചെയ്ത് പോകാമെന്നാണ്. ഫുഡ് ഇഷ്ടം പോലെ കിട്ടും. അപ്പം നമ്മൾ പറയുന്ന രീതിയിലുള്ള ഫുഡൊക്കെ അവർ വെച്ച് തരും കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. വെജാണെങ്കിലും നോൺ വെജാണെങ്കിലും അതൊക്കെ അവർ വെച്ച് തരും. പിന്നെ അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്ന് തന്നെയാണ് ഈ ഹൗസ് ബോട്ട്. പക്ഷേ ആ പൈസ ഭയങ്കര പൈസയാണ് കേട്ടോ. AC എല്ലാം നേരം ഓക്കെ. അപ്പോൾ ഈ ഒരു പറഞ്ഞ പാക്കേജിൽ അത് എത്രയായിരുന്നു റേറ്റ് പറഞ്ഞത്? പാക്കേജ് 15 പേർക്ക് 17,000. ആ ഓക്കെ. മിനിമം ചാർജ് സർവീസ്. പിന്നെ അഡീഷണൽ ആൾക്കാർ പെർ ഹെഡ് 800. അപ്പം ഈ AC കാര്യങ്ങളും ഈ റൂമും എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും വരുന്നവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കിച്ചണും ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അന്നേരം നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനത്തെ മധുരക്കള്ള് നമ്മുടെ പ്രദേശത്തെ തെങ്ങുകള് അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കും. അത് മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ മുകളിലേക്കുള്ള. അപ്പോൾ ഈ ഹൗസ് ബോട്ടിൻ്റെ മുകൾ വശം നല്ല വ്യൂ ആട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ അതിൻ്റെ മുകളിൽ വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രോഗ്രാമൊക്കെ അതിനും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. മുകളിൽ നല്ല സ്പേസ് ഉണ്ട്, താഴെ സ്പേസ് ഉണ്ട്. അപ്പോൾ മുകളിലാണെങ്കിൽ നല്ല വ്യൂ കിട്ടും. കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ പൈസ മാത്രം ഒന്ന് നോക്കിയാൽ മതി.